കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ സഭായോഗം മധ്യേ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവവചനമാണ് നമ്മുടെ ജീവിതത്തിൽ അനുദിനം നമ്മളെ താങ്ങി പരിപാലിക്കുന്നത് എന്ന് നമുക്കറിയാം. സഭായോഗത്തിൽ ദൈവവചന ശുശ്രൂഷ അത് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവസ്ഥലിൽ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. ഇന്ന് സഭായോഗ മധ്യേ നമ്മൾ വായിച്ച തിരുവചന ഭാഗം 105-ാം സങ്കീർത്തനമാണ്. അതിൻ്റെ 1-ാം വാക്യം മുതൽ 45 വാക്യങ്ങൾ വരെ നമ്മൾ വായിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സങ്കീർത്തനമാണ്. അതിൻ്റെ ഒരു തലക്കെട്ട് കൊടുക്കുമ്പോൾ ഇസ്രായേലിനെ നയിച്ച ദൈവം എന്നുള്ളൊരു തലക്കെട്ടാണ് ആ സങ്കീർത്തനത്തിലുള്ളത്. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് ദൈവം ഈജിപ്തിൻ്റെ ആ കഠിന ശോധനയുടെ അനുഭവത്തിൽ നിന്നും ദൈവം നടത്തിക്കൊണ്ടുവന്ന് ദൈവം അവർക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെയും നൽകി കൊടുത്ത ചരിത്രം അവിടെ പറയുകയാണ്. എങ്ങനെയാണ് ദൈവം അവരെ നടത്തിയത്, എങ്ങനെയാണ് അവർ ദൈവത്തോട് ഇടപെട്ടത്, ദൈവം അവരോട് ഇടപെട്ടത് എങ്ങനെയാണ്, എന്തിനു വേണ്ടിയിട്ടായിരുന്നു ദൈവം ഇവരോട് ഇടപെട്ടത് എന്നുള്ളതിന് ഉത്തരമായി അതിൻ്റെ 44-ാം വാക്യങ്ങളിൽ പറയുകയാണ്, അവർ തൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കുകയും തൻ്റെ ന്യായങ്ങളെ ആചരിക്കുകയും ചെയ്യേണ്ടതിന് എന്ന് ഒരു വാക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവം അവരെ വിളിച്ചു വേർതിരിച്ച് അനുഗ്രഹിച്ചത് ദൈവം ചില കാര്യങ്ങളെ പറയുമ്പോൾ അത് കേട്ടനുസരിച്ച് ചെയ്യുവാനും പ്രവർത്തിക്കുവാനുമായിരുന്നു എന്നുള്ളതാണ് അവിടെ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ നമ്മെ കർത്താവിൻ്റെ രക്തത്താൽ വിളിച്ചു വേർതിരിച്ച് ദൈവസഭയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. അവിടുത്തെ സത്യവചനങ്ങളെ കേട്ട് ഏറ്റെടുത്ത് ആ ക്രിസ്തു എന്ന തലയോളം വളരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വിളിക്ക് യോഗ്യരായി ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ബുദ്ധി ഉപദേശം ഈ സങ്കീർത്തനത്തിലുണ്ട്. അപ്പോൾ തന്നെ ഇന്നത്തെ മെസ്സേജിൻ്റെ തലക്കെട്ട് ദൈവത്തിൻ്റെ കരുതൽ എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ്. ദൈവം വ്യത്യസ്തമായ നിലകളിൽ വിവിധമായ തരത്തിൽ ദൈവം നമ്മെ കരുതുവാൻ വിശ്വസ്തനായ ദൈവമാണ്. അത് ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല നമ്മളെ കരുതുന്നത്. ദൈവത്തിന് വിവിധമായ മാർഗങ്ങളിലൂടെ ഒരു മനുഷ്യനെ കരുതുവാൻ ദൈവം വിശ്വസ്തനാണ്. പക്ഷേ ആ കരുതലിൻ്റെ ഒടുവിൽ നമ്മൾ പുറകോട്ടൊന്ന് ചിന്തിക്കുമ്പോഴാണ് ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളും അനുഭവങ്ങളും ദൈവം നമ്മളെ കരുതിയ വിധങ്ങളായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്നെന്ന ദിവസം നമ്മുടെ ജീവിതത്തിൽ ചില അനുഭവങ്ങളുണ്ട്. നമ്മൾ ആ പ്രശ്നത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, അയ്യോ ഇത്ര പ്രയാസകരമായ ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുന്നുവല്ലോ. നമ്മൾ പ്രാരംഭത്തിൽ ചിന്തിച്ചതുപോലെ, പത്രോസിന്റെ ജീവിതത്തിൽ ചിന്തിച്ചതുപോലെ, എല്ലാം അസ്തമിച്ചല്ലോ, ഞങ്ങളുടെ നായകൻ ക്രൂശിക്കപ്പെട്ടുവല്ലോ, ഇനി ഞങ്ങൾക്ക് എന്ത് പ്രത്യാശ. ആ വിളിയും 3.5 വർഷത്തെ ട്രെയിനിങ്ങും ദൈവത്തിന്റെ ഉദ്ദേശവും എല്ലാം മറന്നുകൊണ്ട് പത്രോസ് പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. പക്ഷേ തുടർന്ന് ദൈവം അവനെ ശക്തീകരിച്ച് പരിശുദ്ധാത്മാവിനെ പകർന്ന് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചപ്പോൾ അനേകര് രക്ഷയിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നുവെന്ന് നമുക്കറിയാം. അപ്പോൾ ആ സാഹചര്യത്തിൽ നിന്നും പത്രോസ് പുറകോട്ട് ചിന്തിക്കുമ്പോഴാണ് തന്നെ മീൻ പിടിക്കുന്ന സ്ഥലത്ത് നിന്ന് വിളിച്ച് വേർതിരിച്ച് 3.5 വർഷക്കാലം കർത്താവിനെ അഭ്യസിപ്പിച്ച് ട്രെയിൻ ചെയ്ത് കർത്താവിനെ തള്ളിപ്പറഞ്ഞപ്പോൾ പോലും ദൈവം എന്നോട് ക്ഷമിച്ച് ഇത്രത്തോളം കാര്യങ്ങൾ ദൈവം എനിക്ക് വേണ്ടി കരുതിയപ്പോൾ ദൈവത്തിന്റെ കരുതൽ അനുഭവിച്ച പത്രോസിന് പുറകോട്ട് ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള ഓരോ സാഹചര്യങ്ങളും ദൈവത്തിന്റെ പ്രത്യേക കരുതലായിരുന്നു എന്ന് പത്രോസ് ചിന്തിച്ചതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഇന്ന് പുറകോട്ട് നോക്കി ചിന്തിക്കുവാനിടയായി തീരണം. ദൈവം കരുതുന്ന വിധങ്ങളെ നമ്മുടെ പുറകോട്ട് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം ഇന്ന് ഈ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവം നമ്മെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ കരുതൽ ഒന്നുകൊണ്ട് മാത്രമാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദൈവത്തിന്റെ കരുതൽ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. 105-ാം സങ്കീർത്തനത്തിന്റെ 16 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ മാത്രം നമുക്ക് ചിന്തയ്ക്ക് ആധാരമായി ഇന്നൊന്ന് വായിക്കാം. അവൻ ദേശത്ത് ഒരു ക്ഷാമം വരുത്തി, അപ്പമെന്ന കോലിനെ അശേഷം ഒളിച്ചു കളഞ്ഞു. അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു, യോസേഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ. യഹോവയുടെ വചനം നിവൃത്തിയാകുകയും അവന്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവർ അവന്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു. രാജാവ് ആളയച്ച് അവനെ വിടുവിച്ചു. ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കി. അവന്റെ പ്രഭുക്കന്മാരെ ഇഷ്ടപ്രകാരം ബന്ധിച്ചു കൊള്ളുവാനും അവന്റെ മന്ത്രിമാർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുവാനും തന്റെ ഭവനത്തിന് അവനെ കർത്താവായും തന്റെ സർവസമ്പത്തിനും അധിപതിയായും നിയമിച്ചു. അപ്പോൾ ഇസ്രായേൽ ഇസ്രായേലിലേക്ക് ചെന്നു, യാക്കോബ് ഹാമിന്റെ ദേശത്ത് വന്ന് പാർത്തു. ദൈവം തന്റെ ജനത്തെ ഏറ്റവും വർദ്ധിപ്പിക്കുകയും അവരുടെ വൈരികളെക്കാൾ അവരെ ബലവാന്മാരാക്കുകയും ചെയ്തു. ഇവിടെ ജോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി ജീവിതത്തെ
ദൈവം അവിടെ ഊന്നി പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് അവിടെ പറയുന്നത്? അവൻ ദേശത്തൊരു ക്ഷാമം വരുത്തി അപ്പം എന്ന കോലിനെ അശേഷം ഒടിച്ചു കളഞ്ഞു. നമുക്കറിയാം, ഈജിപ്തിലും ലോകം മുഴുവനും ഒരു വലിയ ക്ഷാമം ദൈവം വരുത്തി എന്നാണ് പറയുന്നത്. എന്നാൽ തൊട്ടടുത്ത വാക്യത്തിൽ പറയുകയാണ്, അവർക്ക് മുൻപായി അവൻ ഒരാളെ അയച്ചു, യോസഫിനെ അവർ ദാസനായി വിറ്റുകളഞ്ഞുവല്ലോ. പ്രിയമുള്ളവരെ, ദേശത്തൊരു ക്ഷാമം വരികയാണ്. ആ ക്ഷാമകാലം വരുമെന്നറിഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു? ജോസഫിനെ ഈജിപ്തിലേക്ക് അയച്ചു. അപ്പോൾ നമുക്കറിയാം, ജോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി ജീവിതം, അവന്റെ ജീവിതത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ ചരിത്രം തുടങ്ങുകയാണ്. യാക്കോബിന് മറ്റുള്ള എല്ലാ മക്കളെക്കാൾ കൂടുതൽ ഇഷ്ടം ജോസഫിനോടായിരുന്നു. അവന് നീളമുള്ള ഒരു വസ്ത്രമൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നു. മറ്റുള്ള സഹോദരന്മാർ ഇത് നോക്കിയപ്പോൾ തന്റെ അപ്പൻ ഏറ്റവും കൂടുതൽ ജോസഫിനെ സ്നേഹിക്കുന്നുവെന്ന് കണ്ട് അവനോട് അസൂയപ്പെടുവാനിടയായി തീർന്നു. തന്നെയുമല്ല, തന്റെ സഹോദരന്മാർ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളെ അത് തെറ്റായതുകൊണ്ട് അത് വന്ന് അപ്പനോട് പറയുമായിരുന്നു. ഇതുകൂടി ആയിക്കഴിഞ്ഞപ്പോൾ സഹോദരന്മാർ അവനെ സ്നേഹത്തോടുകൂടി ഇടപെടുവാൻ കഴിയാതെ പോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരിക്കലും അവനോട് സ്നേഹമായി അവർക്ക് പെരുമാറാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു തക്കം പാർത്തിരിക്കുകയാണ്. അതിനിടയിലാണ് ജോസഫ് ഒരു സ്വപ്നം കാണുന്നത്. ഒരു ദർശനം കാണുന്നവനായി തീർന്നു. തന്റെ അപ്പനും അമ്മയും അല്ലെങ്കിൽ സഹോദരന്മാരും തന്റെ അടുക്കൽ വന്ന് കുമ്പിടുന്നതായി ഒരു സ്വപ്നം കണ്ടു. അപ്പോൾ ഈ ദർശനം കൂടി കേട്ടപ്പോൾ അവന്റെ അപ്പനടക്കം അവനെ ശാസിച്ചു. ഞങ്ങളെല്ലാവരും വന്ന് നിന്റെ അടിമകളായിരിക്കണമെന്നാണോ, നിന്നെ കുമ്പിട്ട് വണങ്ങണമെന്നാണോ നീ പറയുന്നതിന്റെ സാരം എന്നൊക്കെ പറഞ്ഞുവെങ്കിലും യാക്കോബ് ഇത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാ പറയുന്നത്. അപ്പോൾ അനേകം ജീവിത അനുഭവങ്ങൾ ജോസഫിനുണ്ടാവുകയാണ്. നമ്മൾ ചിന്തിക്കുന്ന വിഷയം എന്താണ്? ദൈവത്തിന്റെ കരുതൽ എന്നുള്ള വിഷയത്തെ കുറിച്ചാണ്, അല്ലെ? 12 ആൺമക്കളിൽ ഏറ്റവും കഷ്ടതയുടെ അനുഭവത്തിലേക്ക് കടന്നുപോയ ഒരു വ്യക്തിയാണ് ജോസഫ്. പക്ഷേ അവന്റെ ജീവിത അനുഭവങ്ങൾ വിശദമായി ചിന്തിക്കുവാൻ നമുക്ക് ഒത്തിരിയുണ്ട്. എങ്കിലും ചുരുക്കമായി പറഞ്ഞുകൊള്ളട്ടെ, ജോസഫ് അപ്പനാൽ സ്നേഹിക്കപ്പെട്ടവനായിരുന്നു, എന്നാൽ സഹോദരന്മാരാൽ വെറുക്കപ്പെട്ടവനായിരുന്നു. അപ്പോൾ തന്നെ ഇവൻ സ്വർഗീയ ദർശനങ്ങളെ കാണുന്നവനായിരുന്നു. ദൈവം അവനോട് സംസാരിച്ചിരുന്നു. ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവന് കിട്ടിയിരുന്നു. അത് തന്റെ സഹോദരന്മാരോടും അപ്പനോടും പറയുമ്പോൾ, സത്യത്തെ വെളിപ്പെടുത്തുമ്പോൾ അത് ഈ സത്യം ഗ്രഹിക്കാൻ കഴിയാതെ പോയ സഹോദരന്മാരെ സംബന്ധിച്ച് എന്തായിപ്പോയി? ഇതൊരു വല്ലാത്തൊരു പ്രവൃത്തിയായിപ്പോയി. അല്ലെങ്കിൽ ജോസഫിന്റെ ഈ വാക്കുകളും പ്രവൃത്തികളും അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയല്ല ചെയ്തത്, മറിച്ച് ഇവനോടുള്ള വിദ്വേഷം മൂലം ഇങ്ങനെ അവനെ തകർക്കുവാൻ തക്കം പാർത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ഒരു അവസരം കിട്ടി. അപ്പൻ പറഞ്ഞു, യാക്കോബ് പറഞ്ഞു, സഹോദരന്മാർ ആടുമയ്ക്കാൻ പോയിരിക്കുന്നിടത്ത് അവർക്ക് ക്ഷേമം തന്നെയോ എന്ന് ആലോചിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ക്ഷേമം തിരക്കി കടന്നു വരാൻ അവനോട് പറഞ്ഞു. അപ്പന്റെ വാക്ക് കേട്ട് ആ സഹോദരന്മാരെ അന്വേഷിച്ച് അവൻ പോയി. അവനെ കണ്ടപ്പോഴേ സഹോദരന്മാർ പറയുകയാണ്, ഇതാ സ്വപ്നക്കാരൻ വരുന്നുണ്ട്, അവന്റെ സ്വപ്നത്തിന് എന്താകുമെന്ന് നമുക്കൊന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞ് ഈ കുട്ടിയെ കൊല്ലുവാൻ തുനിയുകയാണ്. അപ്പോൾ മറ്റു ചില സഹോദരന്മാർ ഇടപെട്ടുകൊണ്ട് പറയുകയാണ്, കുട്ടിയെ കൊല്ലണ്ട, കൊന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രയോജനം? ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യാം, ഇവനെ നമുക്ക് വിറ്റുകളയാം. അങ്ങനെ 20 വെള്ളിക്കാശിന് അവനെ വിറ്റുകളയുകയാണ്. അവന്റെ വസ്ത്രമെടുത്ത് ഒരു കുഞ്ഞാടിനെ കൊന്ന് ആ രക്തം മുക്കി അപ്പന്റെ അടുക്കൽ തെളിവ് കൊണ്ട് കൊടുക്കുകയാണ്. മകനായ ജോസഫ് മരിച്ചുപോയി, കാട്ടുമൃഗം അവനെ കൊന്നുകളഞ്ഞു. ഇത് കേട്ടതോടുകൂടി അപ്പന്റെ മാനസിക അവസ്ഥ മുഴുവനും താറുമാറായി. അവൻ തന്റെ ആരോഗ്യം ക്ഷയിച്ച് ആ വാർദ്ധക്യ സഹജമായ അവസ്ഥയിൽ അവൻ വളരെ തളർന്നിരിക്കുന്ന അവസ്ഥ യാക്കോബിന്റെ ജീവിതത്തിൽ കടന്നു വരാനിടയായി തീർന്നു. കാരണം തെളിവുകൾ നിരത്തിയപ്പോൾ തന്റെ മകൻ നഷ്ടപ്പെട്ടു എന്നാണ് ചിന്തിച്ചത്, അല്ലേ? യാക്കോബിനും ഇത് ആവശ്യമായിരുന്നു. എന്താണ്? ഒരു സമയത്ത് യാക്കോബും അപ്പനെ പറ്റിച്ചാണ് അനുഗ്രഹങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോയതല്ലേ? നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്, കൊടുത്തു കഴിഞ്ഞാൽ കൊല്ലത്തും കിട്ടുമെന്ന്, അല്ലേ? അപ്പോൾ ദൈവസന്നിധിയിൽ തന്റെ അപ്പനോടുള്ള ബന്ധത്തിൽ യാക്കോബ് അപ്പനെ പറ്റിച്ചപ്പോൾ ഈ അപ്പന്റെ മക്കൾ വന്ന് അപ്പനെയും പറ്റിക്കുവാനിടയായി തീർന്നു. ഇതിനകത്ത് ഞാൻ പറയാതെ തന്നെ ചില ദൂതുകൾ നമ്മൾ ഏറ്റെടുത്താൽ നല്ലതാ. നമ്മുടെ ജീവിതം കൊണ്ട് മറ്റാർക്കെങ്കിലും ഒരു ദോഷം നിരൂപിക്കുന്നുവെങ്കിൽ, ദോഷം ചെയ്യുന്നുവെങ്കിൽ അളന്നു കുറിച്ച് അമർത്തി കുലുക്കി മടിയിലിട്ട് തരുന്ന ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അതുകൊണ്ട് നന്മയ്ക്ക് നന്മയും തിന്മയ്ക്ക് തിന്മയും പ്രതിഫലം നമുക്ക് ലഭിക്കേണ്ടത് ആവശ്യമാണ്.
അതുകൊണ്ട് നന്മ ചെയ്യുന്നവന് നന്മ ലഭിക്കും. പക്ഷേ ഈ ജീവിതാനുഭവത്തിൽ തന്നെ നമ്മൾ ചെയ്യുന്നതിന് അത് ബാലശിക്ഷ എന്ന തരത്തിൽ ദൈവം അത് തിരിച്ച് തരുവാനിടയായി തീരും. യാക്കോബ് അപ്പനെ പറ്റിച്ചു, ആ യാക്കോബിന്റെ മക്കൾ ഈ യാക്കോബ് എന്ന അപ്പനെയും പറ്റിച്ചു എന്ന് നമുക്കറിയാം. ആ വളരെ വിഷമസന്ധിയിലായി. എന്തെങ്കിലും ദൈവത്തിന്റെ വാഗ്ദത്തം ലഭിച്ച യാക്കോബ് പിന്നീട് നമുക്കറിയാം ജോസഫ് ജീവിച്ചിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ അവന് വളരെ ഉന്മേഷമായി എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ന് മരിച്ചു പോകുന്ന ഒരു അവസ്ഥയിൽ ഇരുന്ന ആ അവസ്ഥയ്ക്ക് ജോസഫ് ജീവിച്ചിരിക്കുന്നു എന്ന് കേൾക്കുന്ന മാത്രയിൽ തന്നെ യാക്കോബിന് വളരെ ശക്തി ആർജിക്കുവാൻ കഴിഞ്ഞു എന്നാ പറയുന്നത്, അല്ലേ? ദൈവം വിശ്വസ്തനാണ്. ആ ശിക്ഷാവിധിയുടെ കാലഘട്ടം കഴിയുമ്പോൾ, ബാലശിക്ഷ കഴിഞ്ഞു കഴിയുമ്പോൾ ഇരട്ടി അനുഗ്രഹത്തോടു കൂടി അനുഗ്രഹിക്കവരുടെയായിത്തീരും എന്നുള്ളൊരു ദൂത് ഏറ്റെടുത്താൽ അത് നമുക്കെല്ലാവർക്കും അനുഗ്രഹമാണ്. അങ്ങനെ ജോസഫിനെ ഇവർ വിറ്റുകളയുകയാണ്. വിറ്റുകളഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? അവിടെ ചെന്നപ്പോൾ അവന് വളരെ പ്രയാസങ്ങൾ കടന്നു വന്നു. അവനെ കാരാഗൃഹത്തിലിടുകയാണ്. അവനെതിരെ വളരെ ആരോപണങ്ങൾ, തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. എന്നാൽ അവിടെയൊക്കെയും ദൈവത്തോടുള്ള ബന്ധത്തിൽ വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ജോസഫ് മുന്നോട്ട് പോവുകയാണ്. ഇവിടെയൊക്കെയും ദൈവത്തിന്റെ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നുവെന്ന് തിരുവചനത്തിൽ ഇടയ്ക്കിടയ്ക്ക് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അവൻ സാഹചര്യങ്ങൾ അനുകൂലമായിരുന്നിട്ട് പോലും പാപം ചെയ്യാത്തൊരു വ്യക്തി ജീവിതമായി ദൈവം എന്നെ കാണുന്നു എന്നുള്ള ചിന്തയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് നീക്കി. ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ കരവും അവനോട് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവിടെ സങ്കീർത്തനത്തിൽ വായിച്ചതുപോലെ അവൻ ദേശത്തൊരു ക്ഷാമം വരുത്തി, അപ്പം എന്ന കോലിനെ അശേഷം ഒടിച്ചു കളഞ്ഞു, അവർക്ക് മുൻപായി അവൻ ഒരുവനെ അയച്ചു. ഈ ജോസഫ് എന്ന് പറയുന്ന വ്യക്തി ജീവിതത്തെ എന്തിനാണ് അവൻ ഇത്രത്തോളം കഷ്ടതയിലൂടെ കടത്തിവിട്ടത്? നമുക്കറിയാം, ആ 12 മക്കളിൽ ഏറ്റവും മിടുക്കനായിരുന്നു, ഏറ്റവും സ്നേഹസമ്പന്നനായിരുന്നു, ഏറ്റവും നീതിബോധമുള്ളവനായിരുന്നു, ദൈവത്തിന്റെ ദർശനങ്ങൾ കിട്ടുന്നവനായിരുന്നു. മറ്റ് 11 പേരെക്കാൾ കഷ്ടം ഈ ജോസഫിനാണ് ഉണ്ടായത്. സ്വന്തം കുടുംബത്തിൽ നിന്ന്, സ്വന്തം സഹോദരന്മാരിൽ നിന്ന്, അങ്ങനെ തന്നെ വിറ്റുകളഞ്ഞപ്പോൾ അന്യനാട്ടിൽ നിന്നും പോലും കഷ്ടതയുടെ അനുഭവം. തന്നെയുമല്ല, അവനെ കാരാഗൃഹത്തിലിട്ടപ്പോൾ അവിടെ തനിക്ക് സ്നേഹിതന്മാരായി ഉണ്ടായിരുന്നവർ പോലും തന്നെ കൈവിട്ട് കളഞ്ഞൊരു അനുഭവമാണ് ജോസഫിനുള്ളത്. ജോസഫ് ഇതിനൊന്നും പരിഭവത്തിന് ഒന്നും നിന്നില്ല. എന്നാൽ തക്ക സമയത്ത് ഫറവോന്റെ ദൈവം ഒരു സ്വപ്നം കാണിച്ചു കൊടുത്തു. അത് വ്യാഖ്യാനിക്കുവാൻ ഈജിപ്തിൽ ആരുമില്ല. അപ്പോഴാണ് തന്റെ കൂടെ നടന്ന ഈ പാനപാത്രവാഹകൻ പറയുന്നത്, എനിക്കൊരു തെറ്റുപറ്റിയിരിക്കുന്നു. ഇങ്ങനെ എന്റെ സ്വപ്ന ദർശനം വിവരിച്ച ഒരു മനുഷ്യൻ അവിടെയുണ്ട്, കാരാഗൃഹത്തിലുണ്ട്. അവനെ വിളിച്ചാൽ ഒരു പക്ഷേ ഈ രാജാവ് കണ്ട സ്വപ്നത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയും. ഉടനെ ആളയച്ച് അവനെ വിളിക്കുകയാണ്. ഇവിടെ താഴേക്ക് വായിക്കുകയാണ്, യഹോവയുടെ വചനം നിവൃത്തിയാകുകയും അവന്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം. മനസ്സിലായോ? ദൈവത്തിന്റെ വചനത്തിന് നിവൃത്തി വരുവോളം. ആ വചനങ്ങളെ ഈ ഒരർത്ഥത്തിൽ ജോസഫിനും ഒരു പരീക്ഷയായിരുന്നു. ആ പരീക്ഷകളൊക്കെ വിദഗ്ധമായി എഴുതി അവനത് പാസ്സായപ്പോൾ സഹോദരന്മാരുടെ മുൻപിൽ, സ്വന്തം കുടുംബത്തിന്റെ മുൻപിൽ, കാരാഗൃഹത്തിന്റെ തടവിൽ, അവന് ഏൽക്കേണ്ടി വന്ന വ്യാജ ആരോപണത്തിന് മുൻപിൽ, എല്ലാത്തിന്റെയും മുൻപിൽ, ആ പരീക്ഷകളൊക്കെയും ദൈവത്തിന്റെ മുൻപിൽ അവൻ എഴുതി പാസ്സായി നിൽക്കുകയാ. ലോകത്തിന്റെ കണ്ണിൽ അവൻ പരാജയപ്പെട്ടവനാണ്. പക്ഷെ ദൈവത്തിന്റെ മുൻപിൽ ദൈവം കൊടുത്ത ഓരോ ടെസ്റ്റുകളും അവൻ വിജയകരമായി എഴുതി. ഇത് രഹസ്യത്തിൽ ദൈവം ചെയ്ത കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലും വരുന്ന ചില പരീക്ഷകളെ എഴുതി തോറ്റവരാണെങ്കിൽ ഒന്ന് ഓർത്തുകൊള്ളുക. ഇവിടെ പറയുകയാണ്, തന്റെ വചനം, യഹോവയുടെ വചനം നിവൃത്തിയാകുകയും അവന്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം. ഈ പരീക്ഷകളൊക്കെയും കടന്നുപോയി അവൻ വിജയിക്കുന്നത് വരെ, മനസ്സിലായോ? ദൈവം അത് അനുവദിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് താഴേക്ക് പറയുകയാണ്, അവർ അവന്റെ കാലുകളെ വിലങ്ങ കൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചെങ്കലകിൽ കുടുങ്ങുകയും ചെയ്തു. ജോസഫിന്റെ ജീവിതാനുഭവത്തെ കുറിച്ചാണ് പറയുന്നത്. അവൻ കാരാഗൃഹത്തിലകപ്പെട്ടു, ചെങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കിടന്നുവെന്ന് സങ്കീർത്തനത്തിൽ എഴുതി വെച്ചിരിക്കുകയാ. എന്നാൽ ഈ പരീക്ഷകളൊക്കെയും എഴുതി പാസ്സായി നിൽക്കുന്ന ജോസഫിനെ ഇവിടെ പറയുകയാണ്, രാജാവ് ആളയച്ചവനെ വിടുവിച്ചു, ജാതികളുടെ അധിപതിയായ അവനെ സ്വതന്ത്രമാക്കി. ഈ അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥ എങ്ങനെ ജോസഫിന്റെ ജീവിതത്തിൽ കടന്നു വന്നു? നമുക്കറിയാം, ഇന്ന് നമ്മൾ നാമധേയ സഭകളിൽ പോയിരിക്കുമ്പോൾ നിന്നെ ജോസഫിനെ പോലെ ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് സുഖിപ്പിച്ചു വിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. ഒരു കഷ്ടത അനുഭവിക്കാത്തവന് നൽകാനുള്ള അനുഗ്രഹമല്ല ജോസഫിന്റെ അനുഗ്രഹം. ജോസഫ് എഴുതിയ പരീക്ഷകൾ നമ്മൾ കണ്ടുവല്ലേ. ജീവിതത്തിന്റെ ചെറുപ്രായത്തിലുള്ള അനുഭവം തുടങ്ങി ആ 30-ാം വയസ്സിൽ
അവൻ രാജാവ് വിളിച്ച് ഫറവോൻ അവനെ ആളയച്ച് വിളിക്കുകയാണ്. അവൻ വന്നപ്പോൾ അവൻ എന്ത് ചെയ്തു? ഈ സ്വപ്നത്തിനൊരു വ്യാഖ്യാനം കൊടുക്കുകയാണ്. അന്ന് വരെ പരിഹരിക്കാൻ കഴിയാത്ത ഒരു സംഭവം, ഒരു ദർശന സംഭവം, അതിനെ ഇന്നതാണ് കാര്യമെന്ന്. വരാനിരിക്കുന്ന 7 വർഷം സമ്പൽ സമൃദ്ധമായിട്ടുണ്ടാകും, 7 വർഷം കഴിഞ്ഞാൽ കഠിന ക്ഷാമം ഉണ്ടാകുമെന്ന് ഈ മനുഷ്യൻ, ദൈവം കൂടെ ഉണ്ടായിരുന്ന ജോസഫ് അത് ഈ ഫറവോനെ അറിയിച്ചപ്പോൾ ആ ലോകത്തിന്റെ പ്രശ്നത്തിനൊരു പരിഹാരം തന്റെ ദാസനായ ഈ ജോസഫിലൂടെയാണ് ദൈവം ലോകത്തിന് നൽകിയതെങ്കിൽ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ കാൽവരിയിൽ തകർത്തുകൊണ്ടാണ് ഈ ലോകത്തിന്റെ സകലമാന പരിഹാരവും പ്രശ്നത്തിന്റെ പരിഹാരവും പിതാവായ ദൈവം ചെയ്തെടുത്തത് എന്നുള്ള ആഴമായ തിരിച്ചറിവ് നമുക്കിതോടുള്ള ബന്ധത്തിൽ ഉണ്ടാകണം. ചിലരൊക്കെ പറയാറുണ്ട് യേശു ക്രിസ്തുവിന്റെ ഒരു നിഴലാണ് ജോസഫ് എന്ന്. ഒരർത്ഥത്തിൽ നമുക്കതങ്ങനെ ചിന്തിക്കാം. പക്ഷേ യേശു ക്രിസ്തുവിന് തുല്യം യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞ് ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അന്ന് ലോകം മുഴുവനുമുള്ള ആ ക്ഷാമത്തിന്റെ നടുവിൽ ഒരുവനിലൂടെയാണ് പരിഹാരം ലഭിച്ചതെങ്കിൽ, ഇന്ന് ലോകം മുഴുവനുമുള്ള ഈ പ്രതിസന്ധിയുടെ നടുവിൽ നമ്മളെ രക്ഷിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ആഴമായി ഉണ്ടായിരിക്കണം. ഇവിടെ പറയുകയാണ്, ആ പരീക്ഷകളും ടെസ്റ്റുകളും ഒക്കെ എഴുതി പാസ്സായി നിൽക്കുന്ന കാരാഗ്രഹത്തിൽ അകപ്പെട്ടിരിക്കുന്ന ജോസഫിനെ ആളയച്ച് വിളിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ജാതികളുടെ അധിപതിയാക്കി അവനെ സ്വതന്ത്രനാക്കി. എന്നാൽ ഈ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അവിടെ ഫറവോൻ പറയുകയാണ്, നിന്നെ പോലെ ജ്ഞാനിയായ ഒരു മനുഷ്യനെ ഈ ഭൂമുഖത്ത് കാണാൻ കഴിയുകയില്ല, അതുകൊണ്ട് നിന്നെ ഞാൻ ഈ ലോകത്തിന്റെ അധിപതിയാക്കിയിരിക്കുന്നു, എന്നെ കഴിഞ്ഞാൽ സ്ഥാനപതി നീയാണ് എന്ന് പറഞ്ഞാൽ ആ രാജാവിന്റെ മുദ്രമോതിരം ഊരി അവനെ അണിയിച്ചിട്ട് പറയുകയാണ്, ജോസഫ് പറഞ്ഞിട്ടല്ലാതെ തന്റെ ഭൃത്യന്മാർ ഇടത്തോട്ട് വലത്തോട്ട് പോവുകയില്ല. പിന്നെ ഒരു വാക്കുകൂടി പറയുന്നുണ്ട്, ജോസഫ് പറഞ്ഞിട്ടല്ലാതെ ഇവിടെ ഒരുത്തിനും നാവനക്കുകയില്ല എന്ന്. അത്രത്തോളം അധികാരമുള്ള ഒരു മനുഷ്യനാക്കി ഈ ഫറവോൻ ഈ ജോസഫിനെ തീർക്കുകയാണ്. അതെന്തിനു വേണ്ടിയിട്ടാ? ദൈവം ഒരു ക്ഷാമം അയക്കാൻ പോകുന്നു, അതിനു മുൻപേ ജോസഫിനെ അങ്ങോട്ട് അയക്കുകയാണ് ദൈവം. ദൈവത്തിന്റെ പ്ലാൻ കണ്ടോ? ദൈവത്തിന്റെ കരുതൽ കണ്ടോ? നാം ചിന്തിക്കുന്ന വിഷയം എന്താണ്? ദൈവത്തിന്റെ കരുതലിനെ കുറിച്ചാണ്. അപ്പോൾ ജോസഫിനെ ദൈവം അങ്ങോട്ട് അയച്ചു എന്നാ പറയുന്നത്. എന്നാൽ സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? ഈ സഹോദരന്മാരിൽ തള്ളപ്പെട്ട് അങ്ങനെ പ്രത്യേക സാഹചര്യത്തിലൂടെ ഇവൻ ഈജിപ്തിൽ അവിടെ കിടക്കുകയാ, ഫറവോന്റെ കീഴിൽ കിടക്കുകയാ. തക്ക സമയത്ത് അവിടെ ആ പരീക്ഷകളൊക്കെയും തികഞ്ഞവനായി പാസ്സായ ഈ വ്യക്തിയെ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചു വേർതിരിക്കുക. നമുക്കറിയാം, അതിന്റെ അടുത്ത വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, അവന്റെ പ്രഭുക്കന്മാരെ ഇഷ്ടപ്രകാരം ബന്ധിച്ചു കൊള്ളുവാനും അവന്റെ മന്ത്രിമാർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുപ്പാനും തന്റെ ഭവനത്തിന് അവനെ കർത്താവായും തന്റെ സർവ്വസമ്പത്തിനും അധിപതിയായും നിയമിച്ചു. ഇവിടെ പറയുന്ന വാക്ക് കേട്ടോ, ഫറവോന്റെ കീഴിലുള്ള പ്രഭുക്കന്മാർക്ക് പ്രഭുവായി ആരെ ആക്കി വെച്ചു? ജോസഫിനെ ദൈവമാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, തന്റെ ഭവനത്തിന്, അതായത് ഫറവോന്റെ ഭവനത്തിന് അവനെ കർത്താവാക്കി വെച്ചുവെന്ന്. പ്രൈസ് ദി ലോർഡ്. ഒരു അന്യദേശത്തുള്ള ഒരു രാജാവ് അല്ലെ, ആ രാജ്യത്തിന്റെ ദേശത്തിലെ എല്ലാ കാര്യങ്ങളെയും നോക്കി പരിപാലിക്കുവാൻ വേണ്ടിയുള്ള കർത്തൃത്വം കൊടുത്ത് ഇപ്പൊ ആരെ ആക്കി വെച്ചിരിക്കുന്നത്? സഹോദരന്മാരാൽ തള്ളപ്പെട്ട, അപ്പനാൽ ശാസിക്കപ്പെട്ട, 20 വെള്ളിക്കാശിന് വിൽക്കപ്പെട്ട, വ്യാജാരോപണം കേട്ട, കാരാഗൃഹത്തിൽ കിടന്ന, ഈ എല്ലാ ടെസ്റ്റുകളും എഴുതി പാസ്സായ ജോസഫിനെ ഇപ്പോൾ വിളിച്ചു വേർതിരിച്ച് ഫറവോൻ അധികാരം കൊടുക്കുക. ഇവിടെ പറയുന്ന ഒരു പ്രത്യേക പദം കണ്ടോ? ഇംഗ്ലീഷിലും അത് ലോർഡ് എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അവനെ തന്റെ ഭവനത്തിന്റെ കർത്താവായും സർവ്വസമ്പത്തിന്റെയും അധിപതിയായും നിയമിച്ചു. ഈജിപ്ത് എന്ന് പറയുന്ന ദേശത്ത് രാജസ്ഥാനം കൊണ്ട് മാത്രം ഫറവോൻ, അതിലുപരിയായ ഭരണ സംവിധാനം മുഴുവനും ചെയ്യുന്നത് ജോസഫ്. ലോകത്തിന്റെ സകല പ്രശ്നങ്ങളും ആ സാമ്പത്തികമായ ഞെരുക്കത്തിൽ ഒരു ദൈവവചനം മാത്രമാണ് അതിന്റെ ആ ക്ഷാമത്തിനൊരു പരിഹാരം കണ്ടെത്തുവാൻ ദൈവം അവസരം കൊടുത്തുള്ളൂ. താഴേക്ക് വായിക്കുകയാണ്, അപ്പോൾ ഇസ്രായേൽ മിസ്രയീമിലേക്ക് ചെന്നു. എപ്പോഴാ ഇസ്രായേൽ മിസ്രയീമിലേക്ക് ചെന്നത്? ക്ഷാമം കൊടുമ്പിരി കൊണ്ടപ്പോൾ ആ ക്ഷാമത്തിന്റെ നടുവിൽ യാക്കോബ് കേൾക്കുകയാണ്, ഈജിപ്തിൽ ധാന്യമുണ്ട്. തന്റെ 11 മക്കളോട് പറയുകയാണ്, ഈജിപ്തിൽ ധാന്യമുണ്ട്, നിങ്ങൾ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിരുന്നിട്ട് എന്ത് കാര്യം? നമ്മളും നമ്മുടെ കുട്ടികളും കന്നുകാലികളും മരിച്ചു പോകാതിരിക്കണമെങ്കിൽ ഈജിപ്തിൽ ഫറവോന്റെ അടുക്കൽ പോയി ധാന്യം കൊണ്ടുവരാൻ പറയുകയാണ്. ഇവിടെ പറയുകയാണ്, അപ്പോൾ ഇസ്രായേൽ മിസ്രയീമിൽ ചെന്നു.
യാക്കോബ് ഹാമിന്റെ ദേശത്ത് വന്ന് പാർത്തു. നമുക്കറിയാം, ചരിത്രം നമുക്കറിയാം. യാക്കോബും കുടുംബവും ഈജിപ്തിലേക്ക് പോയ ചരിത്രം നമുക്കറിയാം, അല്ലെ? ആ സാഹചര്യത്തിൽ തന്റെ സഹോദരന്മാർ ഈ ദർശനം കണ്ടതുപോലെ തന്നെ തന്റെ അടുക്കൽ വന്ന് കുമ്പിട്ട് നമസ്കരിക്കുകയാണ്. ജോസഫ് കണ്ട ദർശനം തന്റെ സഹോദരന്മാർ, അവിടെയാണ് ജോസഫ്, ഞാൻ പലപ്പോഴും ബൈബിൾ വായിച്ച് കരഞ്ഞിട്ടുള്ള ഒരു സാഹചര്യമാണ്. തന്റെ സഹോദരന്മാർ ജോസഫിനെ കാണാൻ വന്നപ്പോഴുണ്ടല്ലോ, ജോസഫ് അവരെ അല്പമായിട്ടുള്ള പരീക്ഷകളൊക്കെ ചെയ്തു. പക്ഷേ അവന് സങ്കടം വയ്യാതെ അവൻ അകത്ത് മുറിയിൽ പോയി പൊട്ടിക്കരഞ്ഞുകൊണ്ട് കണ്ണുകൾ കഴുകി മുഖം കഴുകി അവൻ തിരിച്ച് സഹോദരന്മാരുടെ അടുക്കിലേക്ക് വരികയാണ്. ഇത് കാണുമ്പോൾ പല പ്രാവശ്യം ഞാൻ വചനം വായിക്കുമ്പോൾ ഞാനും കരഞ്ഞു പോയിട്ടുണ്ട്. ഈ ജോസഫ് തന്റെ സഹോദരന്മാരുടെ അടുക്കൽ നിന്ന് തന്റെ സഹോദരന്മാരോട് കടന്നു വന്നത്, എന്നെ അവർ വിറ്റ് കളഞ്ഞതാ, എന്നെ അവർ ഉപേക്ഷിച്ച് കളഞ്ഞതാ, പക്ഷെ ദൈവം ഈ സ്വപ്നത്തിന്റെ ദർശനത്തിന് ഒരു നിവൃത്തി വരുത്തി എന്ന് ജോസഫ് കണ്ടപ്പോൾ തന്റെ സഹോദരന്മാരോടുള്ള ബന്ധത്തിൽ അവൻ പൊട്ടിക്കരയുകയാ. തന്നെയുമല്ല, തന്റെ സഹോദരന്മാരെല്ലാവരും, ചരിത്രമൊക്കെ നമുക്കറിയാം, കടന്നു വന്നപ്പോൾ ഈജിപ്തിലെ അല്ലെങ്കിൽ അവന്റെ കൂടെ ഉണ്ടായിരുന്ന പരിചാരകന്മാരെ എല്ലാം പുറത്താക്കിക്കൊണ്ട് തന്റെ സഹോദരന്മാരെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ്. ഞാനാണ്, നിങ്ങളുടെ ജോസഫാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ്. അപ്പോഴാണ് സഹോദരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കി അന്താളിച്ചു നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം കേട്ട് കടന്നു വന്നിരിക്കുന്ന നാം പറയുന്ന തിരുവചനം ഇന്ന് തിരസ്കരിക്കപ്പെട്ടാലും അത് അംഗീകരിക്കുകയും അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അംഗീകരിക്കുകയും അവരുടെ മുൻപിൽ നമ്മുടെ തല ഉയർത്തി നിർത്തുകയും ചെയ്യുന്ന ഒരു ദിവസമുണ്ട് എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചു കൊള്ളുക. അവിടെയാണ് ജോസഫിനെ പോലെ നമ്മയും ദൈവം അനുഗ്രഹിക്കുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ കാര്യങ്ങളും പൊരുളുകളും അറിയാതെ ജോസഫിനെ പോലെ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നു പറഞ്ഞാൽ ആ വാക്കുകളിൽ മാത്രം, ആ പൊള്ളയായ വാക്കിൽ മാത്രം നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ജോസഫിന്റെ അനുഗ്രഹത്തിന്റെ 7 അയൽപക്കത്ത് പോയി നമുക്ക് എത്താൻ സാധിക്കുകയില്ല. എന്നാൽ ജോസഫ് കടന്നു വന്ന വഴികളുണ്ടല്ലോ, അതിലൂടെ കടന്നു വരുന്ന ആ പരീക്ഷകൾ പാസ്സായി നിൽക്കുന്നവർക്ക് മാത്രമാണ് ജോസഫിന്റെ അനുഗ്രഹമുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തുയേശുവിൽ നമുക്ക് എങ്ങനെയാണ് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്? വിശ്വാസത്താലുള്ള ഈ രക്ഷ ഏറ്റെടുത്ത് നമുക്ക് ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുകയാണ്. അപ്പോൾ ഈ ജോസഫിന്റെ ജീവിതം നമുക്കൊരു ബുദ്ധി ഉപദേശമല്ലേ? ദൈവമാക്കി വെക്കുന്ന ഒരു സ്ഥാനത്തേക്ക്, ദൈവം ആഗ്രഹിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് ഈ മനുഷ്യനെ ദൈവം കൊണ്ടുവരുമ്പോൾ അതിന്റെ പിന്നിൽ ഒത്തിരി പടിപ്പുരകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ പറയുകയാണ്, ദൈവം തന്റെ ജനത്തെ ഏറ്റവും വർദ്ധിപ്പിക്കുകയും അവരുടെ വൈരികളെക്കാൾ അവർ ബലവാന്മാരായി തീരുകയും ചെയ്തു. നമുക്കറിയാം, ഈജിപ്തിന്റെ അടിമത്തത്തിൽ കിടന്നുകൊണ്ട് ഇസ്രായേൽ ജനം പെറ്റുപെരുകി ഈജിപ്തിലുള്ള ജനത്തെക്കാൾ കൂടുതലുള്ള സംഖ്യാതീതമായ ഒരു ജനമായി അവർ വളർന്നു എന്ന് നമുക്കറിയാം. അവർ പോയത് എത്ര പേരാ? 70, 72, 73 പേര് ആ ഈജിപ്തിൽ കടന്നു ചെന്നു. അവർ 400 വർഷം കൊണ്ട് അവർ എത്ര ജനമായി പെരുകി? 430 വർഷം കഴിയുമ്പോൾ ദൈവം അവിടുന്ന് പുറപ്പെടുവിക്കുമ്പോൾ ഏകദേശം 6 ലക്ഷം പുരുഷന്മാർ, അവരുടെ സ്ത്രീകൾ, കുട്ടികൾ, വൃദ്ധന്മാർ, വൃദ്ധമാർ എല്ലാം കൂടി 25-30 ലക്ഷം വരുന്ന ഒരു വലിയ സൈന്യവുമായിട്ടാണ് വരുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ കരുതൽ, ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന നാളിൽ അവർ ആ ചെങ്കടലും കടന്ന് മരുഭൂമിയിലെ പരീക്ഷയും അകപ്പെട്ട് അതിൽ നിന്നെല്ലാം അതിജീവിച്ച് മുന്നോട്ട് കാനാൻ ദേശത്ത് എത്തി തിരിഞ്ഞൊന്ന് നോക്കുമ്പോൾ ദൈവത്തിന്റെ കരുതലുകൾ അവർക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? ദൈവത്തിന്റെ കരുതലുകൾ അവർക്ക് കാണാൻ കഴിയുന്നുണ്ടോ? വർഷങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന ഒരു ശാപത്തിന് പരിഹാരമായി ജോസഫിനെ ദൈവം മുൻകൂട്ടി അയക്കുകയാണ്, അല്ലെ? നമുക്ക് അറിയാം, യാക്കോബ് മരിച്ചു കഴിഞ്ഞപ്പോൾ ലോകത്തിൽ ഒരു മനുഷ്യന് ലഭിക്കാവുന്നതിനും ഏറ്റവും വലിയ ശവസംസ്കാര ശുശ്രൂഷ ലഭിച്ച ഒരു വ്യക്തിയാണ് യാക്കോബ്, അല്ലെ? അദ്ദേഹത്തിന്റെ ശവസംസ്കാര രീതികൾ സവിസ്തരം നമുക്ക് ചിന്തിക്കുവാൻ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതല്ല എന്റെ വിഷയം. ഇവിടെ ജോസഫ് തന്റെ സഹോദരന്മാരും താൻ ആഗ്രഹിച്ചിരുന്ന ശ്മശാന ഭൂമിയിൽ അവനെ അടക്കം ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഈ സഹോദരന്മാർക്കൊരു ഭയമുണ്ടാവുകയാ. അയ്യോ, അപ്പൻ മരിച്ചുപോയി, ഇനി എൻ്റെ സഹോദരനായ ജോസഫിന് ഞങ്ങൾ 11 പേരും കൂടി ചേർന്ന് വളരെ പീഡനങ്ങൾ ചെയ്തിട്ടുണ്ട്, വളരെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ജോസഫിന്റെ ഭൃത്യന്മാരുടെ അടുക്കൽ പോയി കൈയും കാലും പിടിച്ച് പറയുകയാണ്, സഹോദരന്മാരെ, ജോസഫിനോട് പറയണം, ഞങ്ങളുടെ അപ്പം മരിച്ചുപോയി, ഞങ്ങൾ അവനോട് തിന്മയായിട്ടുള്ളത് പ്രവർത്തിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ദോഷമായതൊന്നും ചെയ്യല്ലേ എന്ന് അപേക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ജോസഫിന്റെ സഹോദരന്മാർ ജോസഫിന്റെ ഭൃത്യന്മാരോട് അപേക്ഷിക്കുകയാണ്. ഈ വാർത്ത കേട്ടപ്പോഴേക്കും ജോസഫിന് സത്യത്തിൽ കരച്ചിലാണ് വന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ,
ജോസഫ് ഒരിക്കലും തന്റെ സഹോദരന്മാരെ പീഡിപ്പിക്കുവാൻ വരുന്ന ഒരാളായിട്ടല്ല അവന്റെ ജീവിതം മാറ്റപ്പെട്ടത്. മറിച്ച് തന്റെ സമൂഹത്തെ കരുതുവാൻ വേണ്ടി ദൈവം തന്റെ രക്ഷകനായി അവർക്ക് വേണ്ടി വെച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യമാണ് ജോസഫിനുണ്ടായത്. മനസ്സിലായോ? പക്ഷേ ഈ കാഴ്ചപ്പാടില്ലാത്തവർക്ക് സംശയമാ, അല്ലെ? ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു വന്നത് നമ്മളെ രക്ഷപ്പെടുത്തുവാനാ എന്നുള്ള ചിന്ത മാറി, അയ്യോ ഇനി കർത്താവ് നമ്മെ ശിക്ഷിക്കോ, അയ്യോ കർത്താവ് നമ്മെ തല്ലോ എന്നുള്ള ചിന്തയോട് കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാ. വിശ്വസിക്കാൻ കഴിയുന്നില്ല, കാഴ്ചപ്പാടില്ല. ഈ ജോസഫിന്റെ വാക്കുകൾ നമുക്കൊന്ന് നോക്കാം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 50-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഈ 19-ാം വാക്യം മുതൽ ഒന്ന് വായിക്കാം. യോസേഫ് അവരോട്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്ത് ഇരിക്കുന്നുവോ? നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു. ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും പോറ്റി രക്ഷിക്കുമെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അതിന് തൊട്ട് മുകളിലുള്ള വാക്യങ്ങളെ വായിക്കുമ്പോഴാണ് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം. സഹോദരന്മാർ ഭയപ്പെട്ടു, അപ്പൻ മരിച്ചുപോയി, അപ്പനുള്ളിടത്തോളം കാലം ജോസഫ് ഞങ്ങളെ ഒന്നും ചെയ്യുകയില്ല എന്നുള്ള ചിന്ത അവർക്കുണ്ട്. പക്ഷേ അപ്പൻ മരിച്ചുപോയി, ഇപ്പൊ സ്വാതന്ത്ര്യമായല്ലേ. ജോസഫ് ഞങ്ങളെ കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ ജീവിതാനുഭവങ്ങളിൽ ഞങ്ങൾ അവനോട് ചെയ്ത ദ്രോഹത്തിന് മുഴുവനും ഇപ്പോൾ അവൻ എന്നെ ഞങ്ങളെ ദ്രോഹിക്കും, ഞങ്ങളെ കൊന്നുകളയും എന്നുള്ളൊരു ചിന്തയാണ് സഹോദരന്മാർക്കുള്ളത്. എന്നാൽ ജോസഫോ ആ സഹോദരന്മാർ തള്ളപ്പെട്ട് ആ കാരാഗ്രഹത്തിൽ നിന്നും വിളിച്ച് ഈജിപ്തിന്റെ ആ ഉന്നത തലത്തിലേക്ക് ഈ ജോസഫിനെ കൊണ്ടുവന്നപ്പോൾ ജോസഫിന് ഉള്ളിൽ ഒരു ആത്മീക മനുഷ്യനെ പണിതെടുക്കുവാൻ കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് സാരം മനസ്സിലായോ? 17-ാം വയസ്സിൽ ജോസഫ് പോയി. ഏകദേശം 30 വയസ്സുള്ളപ്പോഴാണ് ഇവൻ അധികാരത്തിലേക്ക് വരുന്നത്. പിന്നീട് ഏതാനും വർഷങ്ങൾ തന്റെ കുടുംബത്തോടൊപ്പം തന്റെ അപ്പനോടൊപ്പം ഈജിപ്തിൽ അവൻ പാർത്തു. അതിനുശേഷം അപ്പൻ മരിച്ചുപോയി. ആ സാഹചര്യത്തിലാണ് ഈ സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ വർഷങ്ങൾ കൊണ്ട് ദൈവത്തിന്റെ ഇടപാടിനാൽ ഒരു ദൈവ മനുഷ്യനായി, ദൈവപുരുഷനായി ജോസഫ് മാറ്റപ്പെട്ടു. അവന്റെ ഉന്നത ജീവിത നിലവാരം അല്ലെങ്കിൽ ഉന്നത ആത്മീക നിലവാരമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഈ നിലവാരം ആർക്കില്ല? സഹോദരന്മാർക്കില്ല. സഹോദരന്മാർ ഇപ്പോഴും മാനുഷികമായ ചിന്തിക്കുന്നത്. ജോസഫ് പറഞ്ഞ വാക്കെന്താണ്? നിങ്ങൾ ഭയപ്പെടേണ്ട. ഞാൻ ദൈവമാണോ? അല്ല, ഞാൻ നിങ്ങളുടെ സഹോദരനാണ്. താഴേക്ക് പറയുകയാണ്, നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു. ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എന്താണ് പറയുന്നത്? ഇന്നുള്ളതുപോലെ ദൈവം നമ്മളെ എല്ലാവരെയും കരുതുവാൻ വേണ്ടിയാണ് ഇതെല്ലാം ദൈവം ചെയ്തത് എന്നുള്ള ആ ആത്മീക പക്വതയിൽ ചിന്തിക്കുകയാണ്. ഒരുപക്ഷെ ഞാനും നിങ്ങളും ആയിരുന്നുവെങ്കിലോ, ജോസഫിനെ പോലെ ഒരു ആത്മീക നിലവാരം നമുക്കില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ചിന്തിക്കും? നിങ്ങളെ ഞാൻ ശരിയാക്കി തരാം, അപ്പനൊന്നും മരിക്കാൻ കാത്തിരിക്കുകയായിരുന്നു, അപ്പനുള്ളപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇപ്പൊ തന്നെ ശരിക്കും എന്റെ കൈ കിട്ടിയിരിക്കുക. നീ എന്നെ എന്താ പറഞ്ഞത്? 17 വയസ്സുള്ളപ്പോ പൊട്ടക്കടലിൽ തള്ളിയിട്ടല്ലേ? 20 വെള്ളിക്കാശ് കിട്ടിയപ്പോ എന്നെ കൊടുത്തു കളഞ്ഞല്ലേ, വിറ്റ് കളഞ്ഞല്ലേ? ശരിയാക്കി തരാ കേട്ടോ, ഞാൻ വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാ നമ്മൾ പറയുകയുള്ളൂ. ശരിയല്ലേ? ഒരു മനുഷ്യനെ ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ നമ്മൾ വളരെ പൂച്ചക്കുട്ടികളാ. ഒരു അവസരം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴാണ് ശരിയാക്കി തരാട്ടോ, അല്ലേ? ഇങ്ങനെ ഒരു മനോഭാവമാ ലോക മനുഷ്യരുള്ളത്. ആ മനോഭാവമുള്ള ഈ ജോസഫിന്റെ സഹോദരന്മാർ ഭയപ്പെട്ടിട്ട് പറയുകയാണ്, ഞങ്ങളെ കൊല്ലരുതേ എന്ന് പറയുക. ഈ വാക്ക് കേട്ടപ്പോൾ ആത്മീക പക്വതയുള്ള മനുഷ്യൻ നേരത്തെ മാനുഷികമായിട്ടല്ല ചിന്തിച്ചത്. എന്റെ സഹോദരന്മാരെ, അത് കേട്ടപ്പോൾ ജോസഫ് കരഞ്ഞുപോയി. ഇത്രയൊക്കെയും അനുഗ്രഹമായി ഇവരെ കൊണ്ടുവന്ന്, രഥങ്ങൾ അയച്ച് കൊണ്ടുവന്ന് അവർക്ക് വേണ്ട ആവശ്യമുള്ള ധാന്യങ്ങളും കാര്യങ്ങളും ഒക്കെ നൽകി അവരെ സംരക്ഷിച്ചിരിക്കുന്ന ജോസഫിനോടും ഒരു അവിശ്വസ്തത. ഇനി ഞങ്ങളെ അവൻ ശിക്ഷിക്കുമോ? എന്താ അവിടെ പറഞ്ഞത്? സഹോദരന്മാരെ, നിങ്ങൾ എന്നെ ദോഷത്തിന് വേണ്ടി വിചാരിച്ചുവെങ്കിലും ഇവിടെ പറയുകയാണ്, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. അല്ലേ? നമ്മുടെ സഹോദരന്മാർ ഈ സത്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ തള്ളിക്കളയുന്നു, ആട്ടിക്കളയുന്നു. ഇതൊക്കെ ഒരു പരീക്ഷകളാകട്ടോ. ഇതെല്ലാം ഒരു ടെസ്റ്റാണ്. ഇതെല്ലാം എഴുതി പാസ്സായി കഴിഞ്ഞാൽ പല ടെസ്റ്റ് നമ്മൾ തോറ്റു കിടക്കുക, അത് വേറൊരു വിഷയം. ജോസഫിനെ പോലെ വന്ന ജീവിതാനുഭവങ്ങളിൽ മുഴുവനും പാസ്സാകാത്തവരാണ് നമ്മൾ ഓരോരുത്തരും, അല്ലേ?
കഴിഞ്ഞ ആഴ്ച തന്നെ എത്രയോ ടെസ്റ്റുകൾ എൻ്റെ ജീവിതത്തിൽ പരാജയപ്പെട്ടു. പക്ഷേ ഇത് നമുക്കൊരു ബുദ്ധി ഉപദേശമാണ്. ഇത് ഓരോന്നും പാസ്സായി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ. ദൈവം ആഗ്രഹിക്കുന്ന ഒരു പാത്രമായാൽ മാത്രമാണ് നമ്മളെ എടുത്തുകൊണ്ട് ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. ഒരു ഉപകരണമാക്കി തീർത്താൽ മാത്രമാണ് നമ്മെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ ജോസഫിന്റെ വാക്കാണ്, ദൈവമോ ഇന്നുള്ളത് പോലെ നമ്മളെ സംരക്ഷിക്കേണ്ടതിനാ. സഹോദരന്മാരെ, നിങ്ങൾ അതോർത്ത് വിഷമിക്കേണ്ട. നിങ്ങൾ ഒരു പക്ഷേ എന്നെ ദോഷം നിരൂപിച്ചത് ചെയ്തതാ, പക്ഷേ നമ്മുടെ ദൈവമുണ്ടല്ലോ നമ്മളെ ഇന്ന് സംരക്ഷിക്കുവാൻ വേണ്ടി. ആ ക്ഷാമകാലം വന്നപ്പോൾ നിങ്ങൾ കനാലിൽ കിടന്ന് മരിക്കാതിരിക്കുവാൻ എന്നെ മുൻപേ അയച്ച് ഞാൻ കാരാഗൃഹത്തിൽ അകപ്പെട്ട് ഞാൻ കഷ്ടത അനുഭവിച്ചുവെങ്കിലും ദൈവം എന്നെ ഒരു സ്വപ്നദർശനത്തിൽ കാണിച്ചു തന്നതുപോലെ ഇന്നിതാ അനുഗ്രഹമാക്കി നമ്മുടെ അവസ്ഥ മാറ്റിയിരിക്കുകയാ. ഞാൻ നിങ്ങളെ സംരക്ഷിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് വാക്കുകൾ പറഞ്ഞവരെ ആശ്വസിപ്പിക്കുന്ന ഒരു ജോസഫിനെ നമ്മൾ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. രണ്ട് ചിന്താഗതി. ലോകമനുഷ്യൻ ആയിരുന്നുവെങ്കിൽ എങ്ങനെ ചിന്തിക്കുമായിരുന്നു തന്റെ സഹോദരന്മാരോട്, അല്ലേ? ഇന്ന് നമുക്കറിയാം, വിശ്വാസികൾ എന്ന് പറയുന്ന സഹോദരന്മാർ തമ്മിൽ ഒരല്പം ഭൂമി ഒന്ന് വിട്ടുകൊടുത്തിരുന്നുവെങ്കിൽ അവന്റെ വണ്ടി ഒന്ന് വളച്ചുകൊണ്ടാവുമായിരുന്നു. ഇതറിഞ്ഞ സഹോദരൻ ആ മതിൽ രണ്ട് കല്ലുകൂടി കയറ്റിയിട്ട് കെട്ടിയിരിക്കുന്ന കുടുംബങ്ങളെ, വിശ്വാസ കുടുംബങ്ങളെ എനിക്കറിയാം. അവർ അന്യഭാഷ പറഞ്ഞത് ആരാധിക്കുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇന്ന് നിലവിൽ അന്യഭാഷ ഇല്ലട്ടോ. അപ്പോ എന്തോ ആത്മീകരാണ് എന്ന് കരുതി സ്വന്തം സഹോദരനെ വഴിമുടക്കിയിരിക്കുന്ന സഹോദരന്മാരെ എനിക്കറിയാം, കുടുംബങ്ങളെ എനിക്കറിയാം. പരസ്പരം കണ്ടു കഴിഞ്ഞാൽ മുഖത്തോട് മുഖം നോക്കാതെ തിരിച്ചു വെച്ച് നടക്കുന്ന അതിഭക്തന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിപ്പോ ജോസഫിന്റെ സഹോദരന്മാരുടെ ആത്മീക നിലവാരത്തിൽ കഴിയുന്ന ആത്മീക കോളത്തിയാണ് നമ്മൾ കാണുന്നത്. ജോസഫിനെ പോലെയുള്ള ഒരു ആത്മീക നിലവാരം നമ്മൾ കാണാൻ കഴിയുന്നില്ല. ഇത് എനിക്കും നിങ്ങൾക്കും ഒരു ബുദ്ധി ഉപദേശമായി ദൈവം പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ച ചെയ്താൽ, കർത്താവ് പറഞ്ഞു, വചനത്തിൽ പറയുകയാണ്, നാം ഇങ്ങോട്ട് വന്നപ്പോൾ ഒന്നും കൊണ്ടുവരാത്തവരാണ്, ഇനി ഇവിടുന്ന് പോകുമ്പോഴും നമുക്കൊന്നും കൊണ്ടുപോകാൻ പറ്റുകയില്ല. ആരെങ്കിലും ഒരു വെള്ള വസ്ത്രം മേടിച്ചിട്ട് തന്നു കഴിഞ്ഞാൽ അതും ധരിച്ചുകൊണ്ട് നമുക്ക് പോകാൻ സാധിക്കും. നമ്മളൊന്നും കൊണ്ടുപോവുകയില്ല. അതിനിടയിൽ നമുക്ക് വിദ്യാഭ്യാസം തന്നു, നമ്മളെ കരുതി, നമുക്ക് വീട് തന്നു, വാഹനം തന്നു, ഇതെല്ലാം നമുക്ക് നൽകി തന്നിരിക്കുക. ദൈവം നമ്മളെ കരുതിയില്ലേ? ഈ കരുതൽ ലഭിച്ച നമുക്ക് എങ്ങനെയുള്ള ആത്മീക നിലവാരം വേണം? ജോസഫിനെ പോലെയുള്ള ഒരു ആത്മീക നിലവാരം നമുക്കും വേണ്ടേ? നമ്മുടെ പുറകോട്ടുള്ള ജീവിതത്തിലേക്ക് ഒന്ന് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെ തള്ളിപ്പറഞ്ഞവരുണ്ട്, നമ്മളെ ദുരഭിദേശക്കന്മാരെന്ന് വിളിച്ചവരുണ്ട്, അവർ സാത്താന്റെ സന്തതികളാണെന്ന് പറഞ്ഞവരുണ്ട്, അല്ലേ? ഇതിന്റെ നടുവിലൊക്കെയും നമ്മൾ അവരോട് പരിഭവം ഒന്നും പറയാതെ ഈ ടെസ്റ്റുകളൊക്കെയും പാസ്സായി കഴിഞ്ഞാലുണ്ടല്ലോ, ഇവരുടെ രക്ഷയ്ക്ക് തന്നെ അവരുടെ മുൻപിൽ നിർത്തിക്കൊണ്ട് ഈ സത്യം വിളിച്ചു പറഞ്ഞൊരു ദിവസം ജോസഫിനെ പോലെ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ജീവിതത്തിന്റെ അനുഭവം എന്തുമായിക്കോട്ടെ, ദൈവം അവിടെ കരുതുവാൻ വിശ്വസ്തനായ ഒരു ദൈവമാണ് എന്ന് നമുക്കറിയാം. റോമാലേഖനം 8:28 പറയുകയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നു. ജോസഫിന്റെ ജീവിതത്തിൽ വന്നത് നന്മയ്ക്ക് വേണ്ടി ആയിരുന്നോ, അതോ ഒരു ദൈവവൈതൽ അനുഭവിക്കേണ്ടിയിരുന്ന കഷ്ടങ്ങളായിരുന്നോ? ഒരു വ്യാജ ആരോപണം, ചെയ്യാത്ത കുറ്റത്തിന് അവനെ പിടിച്ച് ജയിലിലിട്ടു, സഹോദരന്മാരാൽ വെറുക്കപ്പെട്ടു, അവൻ തള്ളപ്പെട്ടു. അപ്പോൾ ഒരു മാനുഷികമായി ചിന്തിച്ചാൽ, ഞാൻ ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ദൈവം എന്തിനു വേണ്ടി ഇങ്ങനെ ശിക്ഷിക്കുന്നു എന്ന് ചിന്തിക്കാമായിരുന്നു. പക്ഷേ ജോസഫ് എന്താ പറഞ്ഞത്? ഇന്നായിരിക്കുന്നത് പോലെ നമുക്കൊരു സംരക്ഷണം നൽകുവാൻ ദൈവം അത് മുന്നേ നിയമിച്ചതാണ്. ആ അനുഭവത്തിലൂടെ കടന്നു പോയില്ലായിരുന്നുവെങ്കിൽ ഒരു ജോസഫായി തീരുകയില്ലായിരുന്നു, തന്റെ സഹോദരന്മാർക്ക് ഒരു കരുതലായി തീരുകയില്ലായിരുന്നു. മനസ്സിലായോ? ലോകത്തിന്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായി തീരുവാൻ കഴിയുകയില്ലായിരുന്നു. പക്ഷേ ഒരു വ്യക്തിയുടെ ജീവിതാനുഭവത്തെ ദൈവം അവനെ ഒരുക്കി ശുദ്ധീകരിച്ച് ആ മാറ്റുള്ളൊരു പൊന്നായി തീർത്തപ്പോൾ അവൻ ആ ഒരു മനുഷ്യനിലൂടെ ലോകത്തിനും തന്റെ കുടുംബത്തിനും തന്റെ ചാർച്ചക്കാർക്കും ഏറ്റവും അനുഗ്രഹമായി തീർന്നത് പോലെ തന്നെയാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന ഓരോ മുഖാന്തരങ്ങളും. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ അവസരത്തെയും ദൈവത്തെയും ശപിച്ചുകൊണ്ട് ഈ വചനത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന ഒരു ആത്മീയത ദൈവം ആഗ്രഹിക്കുന്നില്ല. അത് സഹിച്ചു കഴിഞ്ഞാൽ ഒരു അനുഗ്രഹം നമുക്ക് വെച്ചിട്ടുണ്ട്. നമുക്കൊരു വാക്യം കൂടി ഒന്ന് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26:3 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുകയാണ്, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. ജോസഫിന്റെ ജീവിതത്തിൽ അവൻ സ്ഥിരമാനസനായിരുന്നു. അവന്റെ ജീവിത പാപം ചെയ്യാൻ കിട്ടുന്ന അവസരം പോലും ഒരു മനുഷ്യ കുഞ്ഞും ചോദിക്കാനില്ലായിരുന്നപ്പോൾ പോലും അവൻ ദൈവത്തെ കാണുകയാണ്.
ഞാൻ ഈ പാവം എൻ്റെ ദൈവത്തോട് ഞാൻ എങ്ങനെ ചെയ്യും? മനസ്സിലായോ? അതാണ് ഉന്നതമായിട്ടുള്ളൊരു കാഴ്ചപ്പാട്. മനുഷ്യൻ കാണത്തില്ലായിരിക്കാം, അല്ലേ? പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ മനുഷ്യരാരും കണ്ടില്ല, അതുകൊണ്ട് ഞാൻ അതിഭക്തനായി പള്ളിയിൽ പോയിരുന്ന് അഭിനയിക്കും, അല്ലേ? ഇവിടെയാണ് ജോസഫിന്റെ ആത്മീയ നിലവാരം. ആ സ്ഥിരമാനസൻ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നത് കൊണ്ട്, വചനത്തിൽ വായിച്ചതുപോലെ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നത് കൊണ്ട്, സ്ഥിരമാനസനായിരുന്നത് കൊണ്ട് അവരെ പൂർണ്ണ സമാധാനത്തിൽ ദൈവം കാത്തു പരിപാലിച്ചു. ഒരു രാജാവിനെ പോലെ അവൻ മിസ്രമിൽ പാർത്തു. അവന്റെ തികഞ്ഞ വാർദ്ധക്യത്തിൽ അവൻ മരിച്ചടക്കപ്പെട്ടു. മനസ്സിലായോ? ആ പ്രത്യാശയുടെ വചനങ്ങൾ കൂടി ഈ ജനത്തിന് പകർന്നു കൊടുത്തു. ദൈവം നിങ്ങളെ സന്ദർശിക്കും, ഇവിടെ നിന്ന് പുറപ്പാടുണ്ട്, ആ പുറപ്പാട് പോകുമ്പോൾ എൻ്റെ അസ്ഥികളും നിങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്നുള്ള ആ പുറപ്പാടിനെ ലക്ഷ്യമാക്കി പ്രവചിച്ചിട്ട് ആ മനുഷ്യൻ പോയത്. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പിയ ലേഖനം 1:12 വാക്യം ഇങ്ങനെ വായിക്കുകയാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1:12 സഹോദരന്മാരെ, എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമായെന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 2 കൊരിന്ത്യർ ലേഖനം 11 നമുക്കൊന്ന് എടുക്കാം. ഇവിടെ പൗലോസ് പറയുകയാണ്, സഹോദരന്മാരെ, എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമായി എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പൗലോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമായി തീർന്നുവെന്ന് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുക. പൗലോസ് ഈ ലേഖനം എഴുതുന്നത് മുതൽ അതിന്റെ പുറകോട്ടുള്ള ചരിത്രത്തിലേക്ക് താൻ കണ്ണോടിക്കുമ്പോൾ തന്റെ ജീവിതത്തിൽ വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കുമ്പോൾ ജോസഫിനെ പോലെയുള്ള സമാന സംഭവങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്നത്. 2 കൊരിന്ത്യർ ലേഖനം 11 22 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അവർ എബ്രായരോ ജ്ഞാനമതേ, അവർ ഇസ്രായേലരോ ജ്ഞാനമതേ, അവർ അബ്രഹാമിന്റെ സന്തതിയോ ജ്ഞാനമതേ, ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരോ, ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നു, ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടി കൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. നിർത്തി വായിക്കാം. ഇപ്പോൾ വായിച്ച വാക്യം. ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരോ, ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നു, ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. താഴേക്ക് വായിക്കാം. യഹൂദരാൽ ഞാൻ ഒന്നും കുറയാ 40 അടി 5 വട്ടം കൊണ്ടു. യഹൂദരിൽ നിന്നും 1 കുറയെ 40 അടി 5 വട്ടം കൊണ്ടു എന്ന് പറഞ്ഞാൽ 39 അടി വെച്ച് 5 പ്രാവശ്യം കൊണ്ട് 195 അടി പൗലോസ് കൊണ്ടു. 3 വട്ടം കോലിനാൽ അടികൊണ്ടു. 3 പ്രാവശ്യം കോലിനാൽ അടിക്കപ്പെട്ടു. ഒരിക്കൽ കല്ലേറുകൊണ്ടു. 3 വട്ടം കപ്പൽ ഛേദത്തിലകപ്പെട്ടു. 3 വട്ടം കപ്പൽ അപകടത്തിലകപ്പെട്ടു. ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു എന്ന് പറഞ്ഞാൽ POC ബൈബിളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഒരു രാവും പകലും ഞാൻ വെള്ളത്തിൽ കൂടെ ഒഴുകി നടന്നു. നിലയില്ലാത്ത വെള്ളത്തിൽ കപ്പൽ അപകടത്തിൽപ്പെട്ടപ്പോൾ ഇദ്ദേഹം ഒരു രാത്രിയും പകലും വെള്ളത്തിൽ കൂടെ എന്തെങ്കിലും തടിക്കഷ്ണം കിട്ടിയിട്ടുണ്ടാകാം, അതിൽ പിടിച്ചിങ്ങനെ ഒഴുകി നടന്ന മനുഷ്യൻ. താഴേക്ക് വായിക്കാം. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു, നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്. നിർത്തി വായിക്കാം. നദിയിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്. എന്തിനാണ് പൗലോസേ കാട്ടിൽ പോയത്? വായിക്കാം. കടലിലെ ആപത്ത്, സഹോദരന്മാരാലുള്ള ആപത്ത്. അവിടെയാണ് കള്ള സഹോദരന്മാരിൽ നിന്നുള്ള ആപത്ത്. എന്താണ് ഈ കള്ള സഹോദരന്മാർ എന്ന് പറയുന്നത്? അതാണ് ഏറ്റവും വലിയ വേദനാജനകമായ ആപത്ത്. സ്വന്തം സഹോദരന്മാർ ജോസഫിനെ തള്ളിക്കളഞ്ഞപ്പോൾ അവൻ എത്രമാത്രം വേദനിച്ചു, അല്ലേ? ഇതുപോലെ തന്നെയാണ് നമ്മുടെ സഭയിലുള്ള സഹോദരന്മാർ. നമ്മൾ സഹോദരനെന്നും സഹോദരി എന്നാ വിളിക്കുന്നത്, അത് വെറുതെ വിളിക്കുന്നതല്ല, അല്ലേ? പക്ഷേ ഇവിടെ പൗലോസ് പറയുകയാണ്, അങ്ങനെ കള്ള സഹോദരന്മാരിൽ നിന്നുള്ള ആപത്ത് എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ എന്ന് പറഞ്ഞു വരുമ്പോൾ അവരിൽ നിന്നുണ്ടാകുന്ന ആപത്ത് പല നിലകളിൽ. താഴേക്ക് വായിക്കാം. അധ്വാനം, പ്രയാസം, പലവട്ടം ഉറങ്ങിടപ്പ്. അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കമില്ലാതെ നടന്നു. വൈദാഹം, പലവട്ടം പട്ടിണി.
ശീതം, നഗ്നത. പൗലോസേ എന്തിനാണ് തണുപ്പുള്ള അനുഭവത്തിലേക്ക് പോയത്? എങ്ങനെയാണ് താൻ നഗ്നനായി കിടക്കേണ്ടി വന്നത്? നമുക്കറിയാം, ജയിലുകളിലൊക്കെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ, ലോക്കപ്പിലിടുമ്പോൾ നമ്മൾ എങ്ങനെയാ നിർത്തുന്നത് അല്ലേ? ആ നിർത്തുന്ന കാഴ്ച കണ്ടവർക്കറിയാം, ഒരു കരുണയും ഉണ്ടാവുകയില്ല. അങ്ങനെയൊക്കെ പൗലോസ് നിൽക്കുകയാണ്. താഴേക്ക് വായിക്കാം. എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചു എന്നുള്ളതല്ലാതെ ഈ അസാധാരണ സംഭവം ഇപ്പോൾ പൗലോസിനുണ്ടായ ഏതെങ്കിലും സംഭവം നമുക്കുണ്ടായിട്ടുണ്ടോ? ഒരു ദിവസം രാവും പകലും, രാത്രിയും പകലും മുഴുവൻ കടലിക്കോടെ ഇങ്ങനെ ഒഴുകി നടന്നിട്ടുണ്ടോ? നമ്മൾ ആരെങ്കിലും ഒഴുകി നടന്നിട്ടുണ്ടോ? അല്ലേ? നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ പോയി നല്ല മനോഹരമായി നീന്തി കുളിച്ച് വന്നിട്ടുള്ളവരാണ് നമ്മൾ, അല്ലേ? അത് നമ്മുടെ എന്റർടൈൻമെന്റിന് വേണ്ടി നമ്മൾ ചെയ്തതാണ്. പൗലോസിനെ പോലെ സുവിശേഷം അനുസരിച്ചുള്ള കഷ്ടം അനുഭവിക്കാൻ വേണ്ടി വെള്ളത്തിലെടുത്തിട്ടതല്ല, അല്ലേ? ഇങ്ങനെ അസാധാരണമായിട്ടുള്ള പ്രയാസങ്ങൾ തനിക്ക് വന്നു. താഴേക്ക് വായിക്കാം. എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചതുകൂടാതെ എനിക്ക് ദിവസേനെ സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുമുണ്ട്. സഭകളെ കുറിച്ച്, താൻ സുവിശേഷം പറഞ്ഞ രക്ഷിക്കപ്പെട്ട് കടന്നു വരുന്ന കൂട്ടായ്മകളെ കുറിച്ച് താൻ അനുദിനം അതിനെക്കുറിച്ച് ആകുലപ്പെടുകയാണ്, അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. താഴേക്ക് വായിക്കാം 31-ാം വാക്യം കൂടി. ആർ ബലഹീനനായിട്ട് ഞാൻ ബലഹീനനാകാതെ ഇരിക്കുന്നു, ആർ ഇടറിപ്പോയിട്ട് ഞാൻ അഴലാതിരിക്കുന്നു. പ്രശംസിക്കണമെങ്കിൽ എന്റെ ബലഹീനത സംബന്ധിച്ച് ഞാൻ പ്രശംസിക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ ഞാൻ ഭോഷ്കല്ല പറയുന്നത് എന്നറിയുന്നു. 31-ാം വാക്യം നമുക്ക് POC ബൈബിളിൽ നിന്ന് വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 11-ന്റെ 31-ാം വാക്യം നമുക്ക് POC ബൈബിളിൽ നിന്ന് വായിക്കാം. ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ വ്യാജം പറയുകയല്ലെന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവും ദൈവവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമായ ദൈവം അറിയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പൗലോസ് പറയുകയാണ്, ഞാൻ വ്യാജം പറയുകയല്ലെന്ന് ദൈവവും പിതാവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമായ ദൈവം അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. അസാധാരണമായ സംഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വന്ന കാര്യങ്ങൾ പൗലോസ് പറയുമ്പോൾ പറയുകയാണ്, ഞാനിത് വ്യാജമായി പറഞ്ഞ കാര്യങ്ങളല്ല, ഇത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവും വാഴ്ത്തപ്പെട്ടവരുമായ ദൈവം അറിയുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഫിലിപ്പി ലേഖനം 1:12 വായിച്ചത് എന്താ? എന്റെ ജീവിതത്തിൽ വന്ന സകല കഷ്ടങ്ങളും സുവിശേഷ വേലയുടെ പുരോഗതിക്ക് കാരണമായി തീർന്നു. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിന്റെ 22 മുതലുള്ള വാക്യങ്ങൾ, താഴേക്ക് വായിച്ച വാക്യങ്ങൾ വായിച്ചപ്പോൾ ഇവിടെ പറയുകയാണ്, അവൻ തടവിലായി, അവൻ യഹൂദന്മാരാലും സ്വന്തം ജനങ്ങളാലും ജാതികളാലും പീഡിപ്പിക്കപ്പെട്ടു. 39 അടി വെച്ച് 5 വട്ടം കൊണ്ട് 3 വട്ടം കോലുകൊണ്ട് അടിക്കപ്പെട്ടു. കടലിൽ കൂടെ ഒഴുകി നടന്നു. ഇങ്ങനെ കഷ്ടങ്ങൾ മുഴുവനും അനുഭവിച്ചു. പട്ടിണി കിടന്നു, ദാരിദ്ര്യപ്പെട്ടു, നഗ്നനായി നടന്നു. ഈ അനുഭവങ്ങളൊക്കെയും സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമായി തീർന്നു എന്നാണ് പൗലോസ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമായി തീരണമെങ്കിൽ, ലോകത്തിന്റെ രക്ഷയ്ക്ക് കാരണമായി തീരണമെങ്കിൽ, പ്രശ്നത്തിന് പരിഹാരമായി തീരണമെങ്കിൽ, ഒരു ജോസഫ് കടന്നു വന്ന പാതയിലൂടെ തന്നെ നമ്മൾ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ പൗലോസ് അനുഭവിച്ച കഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ, ദൈവമേ ഇതെന്തിനെ എന്റെ ജീവിതത്തിൽ അനുവദിച്ചു എന്നുള്ള ചോദ്യമല്ല നമുക്ക് വേണ്ടത്. ആ കഷ്ടം അനുഭവിക്കുവാനുള്ള ഒരു കൃപ ലഭിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് വേണ്ടത്. കാരണം ഒരു വലിയ സമൂഹത്തിന്റെ സന്ധാരണത്തിന് വേണ്ടി, ഒരു വലിയ സമൂഹത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു വ്യക്തി ജീവിതത്തെ ദൈവം തകർത്ത് തരിപ്പണമാക്കി പണിതെടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി നമുക്ക് ഇന്ന് ഇറങ്ങിത്തിരിക്കുവാൻ സന്നദ്ധതയുണ്ടോ? സുവിശേഷത്തെ പ്രതി കഷ്ടം, നമ്മുടെ ആന്തരിക വ്യക്തിത്വത്തെ പണിതെടുക്കുന്ന ഒരു കഷ്ടം, അല്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു കഷ്ടം വരുമ്പോഴേക്കും, അയ്യോ ദൈവദാസനെ ഞങ്ങൾ കഷ്ടപ്പെട്ടിരിക്കുകയാണ്, ഞങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കണം, ഞങ്ങൾക്കൊരു വിടുതൽ അത്യാവശ്യമാണ് എന്ന് പറഞ്ഞിങ്ങനെ വിളിച്ചു പറയും, അല്ലേ? സത്യമാ, ആ പ്രശ്നത്തിന്, ഒരു പ്രയാസത്തിൽ ഒരു വിടുതൽ ആവശ്യമാ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ എന്നെയും നിങ്ങളെ പണിയുന്നൊരു പണിപ്പുരയിലാണ് ദൈവം വെച്ചിരിക്കുന്നത്, അല്ലേ? ദൈവം കൊണ്ട് പണിപ്പുരയിൽ വയ്ക്കും, ദൈവദാസന്മാർ കൊണ്ടുവന്ന് ആ പണിപ്പുരയിൽ നിന്നെടുത്ത് ചുല്ലുകൂട്ടിൽ വയ്ക്കാൻ നോക്കുന്ന ദൈവദാസന്മാരാണ് നമുക്കുള്ളത്, അല്ലേ? അപ്പം അതുകൊണ്ട് എന്തെങ്കിലും വിഷയം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, സങ്കടമുണ്ട്, പ്രയാസമുണ്ട്, സഹോദര സഹോദരി, നാം അതിനകത്ത് കിടന്ന് നമ്മളൊന്ന് പക്വത പ്രാപിച്ചാൽ മാത്രമാണ് നമുക്ക് അതിൽ നിന്നൊരു വിടുതലുള്ളതേ. നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മീക നിലവാരം അതിനുവേണ്ടി പക്വപ്പെടണമെങ്കിൽ,
നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടത്തിലൂടെ പോയേ മതിയാവൂ. ഇവിടെ പറയുന്നു അസാധാരണമായ ഒരു സാഹചര്യത്തിലൂടെ ഞാൻ കടന്നുപോയി. കഴിഞ്ഞ ദിവസം ഷൈലാൻഡി എന്നെ വിളിച്ചു, അസാധാരണമായ ഒരു സംഭവത്തിലൂടെ കടന്നുപോയി എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ അത് ന്യായമായും അത് നാളേക്കുള്ള ഒരു ഒരുക്കമായും അത് ദൈവം തീർക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ കഷ്ടാനുഭവങ്ങളിലൂടെ ദൈവം അതിലൂടെ കടത്തിവിട്ട് ഒരു പണിപ്പുറയിൽ നിർത്തിക്കൊണ്ട് നമ്മളെ ഒരു ശില്പമായി അല്ലെങ്കിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ആത്മിക മനുഷ്യനായി ദൈവം നിർത്തുകയാണ്. ജോസഫ് പറഞ്ഞതുപോലെ, സഹോദരന്മാരെ, എന്നെ ദൈവം കരുതുകയായിരുന്നു. ദൈവം എന്നെ കരുതുകയായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി എന്നെ കരുതുകയായിരുന്നു. ദൈവം എന്നെ നടത്തുകയായിരുന്നു. നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവത്തിന്റെ കരുതലാണ്. രണ്ട് ജീവിതങ്ങളെ നമ്മൾ പരിശോധിച്ചു. ജോസഫിന്റെ ജീവിതം സമാനമായ പൗലോസിന്റെ ജീവിതവും, അല്ലെ? രണ്ടും വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ്, രണ്ടും വ്യത്യസ്തമായ ആവശ്യങ്ങളായിരുന്നു, രണ്ടും വ്യത്യസ്തമായ പശ്ചാത്തലങ്ങളായിരുന്നു. പക്ഷേ ആ വ്യക്തി ജീവിതത്തെ ഒരുക്കപ്പെട്ടത് ഏകദേശം സമാനമായ അനുഭവത്തിലൂടെയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആരെങ്കിലും പ്രയാസത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ, അതെല്ലാം സന്തോഷത്തോടെ സഹിക്കുന്നുവെങ്കിൽ, അങ്ങ് തരുന്ന പാനപാത്രം കുടിക്കുവാൻ കർത്താവായ യേശുക്രിസ്തു പിതാവിന്റെ പാനപാത്രം കുടിച്ചതുപോലെ ദൈവം നമ്മുടെ മുൻപിലേക്ക് വെച്ച് നീട്ടുന്ന പാനപാത്രം കുടിക്കുവാൻ അത് നമ്മൾ സന്നദ്ധരായിരിക്കണം. എന്നാൽ മാത്രമാണ് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മളെ പണിതെടുക്കുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമാണ് നമുക്കും പറയാൻ കഴിയുക, എൻ്റെ ജീവിതത്തിൽ വന്ന സംഭവങ്ങളൊക്കെയും ഇന്ന് കാണുന്നത് പോലെ ഇതൊരു നന്മയ്ക്കായി കൂടി വ്യാപരിച്ചു എന്ന് പറയുവാൻ തക്കവണ്ണം നമുക്കും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യം യോസഫിനെ പോലെ പൗലോസിനെ പോലെ നമുക്കും പറയാൻ കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമ്മളെ നമ്മുടെ സാഹചര്യത്തിൽ കരുതുവാൻ വിശ്വസ്തനായ ദൈവമാണ്. ദൈവം നമ്മളെ കരുതും. ഏതൊരു സാഹചര്യമായാലും ദൈവം നമ്മെ കരുതും. അവിടെ ദൈവം നൽകുന്ന പരീക്ഷ എഴുതി പാസ്സായി നിൽക്കുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. തക്ക സമയത്ത് ദൈവത്തിന്റെ സമയം വരുമ്പോൾ, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്, എന്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് പറയുന്ന ആ വാക്കുകൾ അനുസ്മരിപ്പിച്ചുകൊണ്ട് തക്ക സമയത്ത് പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളാലും ഈ വാക്കുകളാലും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.